Hi everyone, welcome back to zoology class. We discussed that genetic diseases can be classified into Mendelian and chromosomal disorders. Mendelian disorders are due to defect in genes. We discussed about hemophilia and color blindness in our previous class. Today let us discuss about some more examples of Mendelian disorders. So next we can discuss about sickle cell anemia. Here the shape of RBC changes from disc shape to sickle shape. That is RBC bend like sickle. Mendelian disorder ആണ് sickle cell anemia. RBCയുടെ ഷേപ്പ് നോർമൽ ഷേപ്പ് ഡിസ്ക് ഷേപ്പാണ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ RBC സിക്കിൾ ഷേപ്പായി മാറും. RBC ബെൻഡ് ചെയ്ത് സിക്കിൾ ഷേപ്പായി മാറും. ബിക്കോസ് ഓഫ് ദിസ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് RBC ഡിക്രീസസ്. സോ RBC സിക്കിൾ ഷേപ്പ്ഡായി മാറിയാൽ RBCക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി കുറയും. The sickle shaped RBC get collected in blood vessels and block the flow of blood. This causes anemia. So the disease is called sickle cell anemia. സിക്കിൾ ആയിട്ടുള്ള RBC ദാറ്റ് ഈസ് അരിവാള് പോലുള്ള RBC ബ്ലഡ് വെസലിൽ കൂട്ടം കൂടി നിന്ന് ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യും. അത് കാരണം അനീമിയ വരും. അനീമിയ മീൻസ് വിളർച്ച. സിക്കിൾ സെൽ അനീമിയ ഈസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ. യു നോ അബൌട്ട് ഹീമോഗ്ലോബിൻ റൈറ്റ്? സിക്കിൾ സെൽ അനീമിയക്ക് കാരണം ഹീമോഗ്ലോബിനിൽ വരുന്ന ഡിഫക്റ്റ് ഓർ പ്രോബ്ലമാണ്. നൗ ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഹാസ് ഹീം ഗ്രൂപ്പ് ആൻഡ് ഗ്ലോബിൻ ഗ്രൂപ്പ്. There are 4 chains in globin group, 2 alpha chain and 2 beta chain. ഇതാണ് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ. ഹീമോഗ്ലോബിനിൽ ഹീം ഗ്രൂപ്പ് കാണാം, ഗ്ലോബിൻ ഗ്രൂപ്പും കാണാം. സോ ഗ്ലോബിൻ ഗ്രൂപ്പ് മീൻസ് 4 chains are there. ഏതൊക്കെയാണ്? 2 alpha chain and 2 beta chain. Sickle cell anemia occurs due to mutation in beta globin chain of hemoglobin molecule. Okay, so what is the reason? Mutation in beta globin chain of hemoglobin molecule. സിക്കിൾ സെൽ അനീമിയക്ക് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ മോളിക്കിളിൻ്റെ ബീറ്റ ചെയിനിൽ നടക്കുന്ന മ്യൂട്ടേഷനാണ് റീസൺ. ദിസ് ഈസ് ദ ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്കിൾ. It is made up of amino acids. You can see here 7 amino acids are represented. Like this there are many amino acids in a single beta chain. So ഈ ഒരു ഇലസ്ട്രേഷൻ ഒബ്സർവ് ചെയ്താൽ ബീറ്റ ചെയിൻ കാണാം. ഇതാണ് ബീറ്റ ചെയിൻ. ഇതിൽ ഒരുപാട് അമിനോ ആസിഡ്സ് പ്രസൻ്റ് ആണ്. ഇവിടെ ഈ ഇലസ്ട്രേഷനിൽ 7 അമിനോ ആസിഡ്സ് റെപ്രസെൻ്റ് ചെയ്ത് കാണാം. ഇതുപോലെ ഒരുപാട് അമിനോ ആസിഡ്സ് കൊണ്ടാണ് ബീറ്റ ചെയിൻ ഫോം ചെയ്തിട്ടുള്ളത്. This is a normal beta globin chain. Okay, this is not undergone any mutation. ഇതൊരു നോർമൽ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ആണ്, മ്യൂട്ടേറ്റഡ് ചെയിൻ അല്ല. You can see many amino acids here like valine, histidine, leucine, threonine, proline, glutamic acid and glutamic acid like this. Okay, then how these amino acids are formed? Let us find out how glutamic acid is formed here in 6th position. ഹീമോഗ്ലോബിൻ മോളിക്കിൾ ഫോം ചെയ്തിട്ടുള്ളത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. എങ്ങനെയാണ് ഈ അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഈ 6th പൊസിഷനിൽ കാണുന്ന ഗ്ലൂട്ടാമിക് ആസിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഒബ്സർവ് ഹിയർ, ദിസ് ഈസ് ദ ജീൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് DNA. DNA ഹാസ് 2 strands. DNA contains nitrogen bases. This is the first strand and this is the second strand. സോ ഇതാണ് DNA-യുടെ ഒരു റെപ്രസെൻറ്റേഷൻ, DNA-യുടെ ഒരു സെഗ്മെൻറ്റ്. 2 സ്ട്രാൻഡ്സ് ഉണ്ട്. DNA സ്ട്രാൻഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് നൈട്രജൻ ബേസസ് കൊണ്ടാണ്. ഇതാണ് ഫസ്റ്റ് സ്ട്രാൻഡ് ആൻഡ് ഇതാണ് സെക്കൻഡ് സ്ട്രാൻഡ്. ഫസ്റ്റ് സ്ട്രാൻഡിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏതൊക്കെ നൈട്രജൻ ബേസസ് കാണാം? വിച്ച് ആർ ദ നൈട്രജൻ ബേസസ്? GAG മീൻസ് ഗ്വാനിൻ, അഡിനിൻ ആൻഡ് ഗ്വാനിൻ. സെക്കൻഡ് സ്ട്രാൻഡിൽ കാണുന്ന നൈട്രോജൻ ബേസസ് ഏതൊക്കെയാണ്? സോ ഫസ്റ്റ് സ്ട്രാൻഡിൽ G ആണെങ്കിൽ സെക്കൻഡ് സ്ട്രാൻഡിൽ ജീൻ്റെ കൂടെ പെയർ ചെയ്ത് കാണുന്നത് എപ്പോഴും C ആയിരിക്കും, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. സോ ഫസ്റ്റ് സ്ട്രാൻഡിൽ അഡിനിൻ ആണ്, ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ തൈമിൻ ആയിരിക്കും. നെക്സ്റ്റ് ഗ്വാനിൻ ആണെങ്കിൽ നെക്സ്റ്റ് ഇറ്റ് വിൽ ബി സൈറ്റോസിൻ. DNA-യിൽ നൈട്രോജൻ ബേസസ് അങ്ങനെയാണ് പെയർ ചെയ്യുന്നത്. യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ ഫസ്റ്റ് ഇയർ. ദാറ്റ് ഈസ് ഓൾവേസ് അഡിനിൻ ആൻഡ് തൈമിൻ പെയർ ടുഗെദർ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ പെയർ ടുഗെദർ. നെക്സ്റ്റ് ജീൻ mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNA-യിൽ കാണുന്ന നൈട്രോജൻ ബേസസ്, ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന നൈട്രോജൻ ബേസസ് GAG ആണ്.
സോ GAG കോഡ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡാണ് 6th പൊസിഷനിൽ കാണുന്ന ഗ്ലൂട്ടാമിക് ആസിഡ്. മറ്റുള്ള അമിനോ ആസിഡ്സും ഇതുപോലെയാണ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ നോർമൽ ഗ്ലോബിൻ ചെയിൻ. ദർ ഈസ് നോ പ്രോബ്ലം ഹിയർ. Now let us find out how defective hemoglobin is formed. Observe this globin chain and compare with the normal one. What you can see, in 6th position we can see a change, right? ഈ അമിനോ ആസിഡ്സ് നോർമൽ ഹീമോഗ്ലോബിനിൽ കാണുന്ന അമിനോ ആസിഡ്സുമായി കമ്പയർ ചെയ്താൽ 6th പൊസിഷനിൽ ഒരു ചേഞ്ച് കാണാം. നോർമൽ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡാണ്, ബട്ട് ഹിയർ in 6th position valine ആണ്. How this happened? Observe the mRNA. mRNAയിൽ GAGക്ക് പകരം GUG വന്നു, isn't it? GAGക്ക് പകരം GUG വന്നു. ഇങ്ങനെയുള്ള mRNA സെഗ്മെൻറ്റ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? ഒബ്സർവ് ദ ജീൻ ഹിയർ. നോർമൽ ജീനിലുള്ള നൈട്രോജൻ ബേസസ്, ഈ ഒരു സെഗ്മെൻറ്റിൽ കാണുന്ന നൈട്രോജൻ ബേസസ് GAG ആണ്. സോ ഇവിടെ എക്ക് പകരം തൈമിന് വന്നു, അഡിനിന് പകരം തൈമിന് വന്നു, GTG വന്നു. അത് കാരണം mRNAയിൽ ചേഞ്ച് വന്നു. 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ ഫോം ചെയ്തു. സോ ദാറ്റ് മീൻസ് ദ ഹീമോഗ്ലോബിൻ ഹാസ് അണ്ടർഗോൺ മ്യൂട്ടേഷൻ. ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ occurred in single base pair. That type of mutation is called point mutation. ഒരു ബേസ് പെയറിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് ഇതുപോലെ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിന് ഫോം ചെയ്തത്. GAGക്ക് പകരം GTG വന്നു. സോ ടീൻ്റെ ഓപ്പോസിറ്റുള്ള നൈട്രോജൻ ബേസ് ചേഞ്ച് ചെയ്തു. അത് കാരണം mRNA ഡിഫക്റ്റീവായി മാറി. സോ ഹീമോഗ്ലോബിൻ ഓൾസോ ഡിഫക്റ്റീവായി മാറി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മ്യൂട്ടേഷൻ ഹീമോഗ്ലോബിൻസ് സ്ട്രക്ചർ ചേഞ്ച്ഡ്. സോ RBC സ്ട്രക്ചർ ചേഞ്ച്ഡ്. സിക്കിൾ സെൽ അനീമിയ occurred. ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻ കാരണം ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു. RBC ബെൻഡ് ചെയ്തു, സിക്കിൾ ഷേപ്പായി ബെൻഡ് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിക്കിൾ സെൽഡ് അനീമിയ. So what is the reason for sickle cell anemia? Substitution of glutamic acid by valine at the 6th position of beta globin chain of hemoglobin. ഹീമോഗ്ലോബിൻ്റെ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലീൻ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയൻ്റെ റീസൺ. ആൻഡ് ഹൗ ദിസ് ഹാപ്പൻസ്? ദിസ് ഈസ് ഡ്യൂ ടു സിംഗിൾ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ at 6th codon of beta globin chain from GAG to GUG. എന്താണ് റീസൺ? ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ 6th കോഡോണിൽ നടക്കുന്ന ഒരു ബേസ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. GAGക്ക് പകരം GUG വന്നു. അത് കാരണം ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വന്നു. ദിസ് ഈസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ബിക്കോസ് ദ ജീൻ ഈസ് സീൻ ഇൻ ഓട്ടോസോംസ്. ഓക്കെ, സോ ഓട്ടോസോംസിലാണ് ജീന് കാണുന്നത്. അതുകൊണ്ട് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസാണ്. ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ്. സോ ഒരു ഡിസീസ് കൺട്രോൾ ചെയ്യുന്ന അലീൽസാണ് HBA ആൻഡ് HBS. സോ ദ ഡിസീസ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് അലീൽസ് കോൾഡ് HBA ആൻഡ് HBS. ജീനോടൈപ്സ് നോക്കാം. HBA ആണെങ്കിൽ നോർമൽ ഹീമോഗ്ലോബിൻ. HBS ആണെങ്കിൽ affected, that is the person is having sickle cell anemia. HBS ആണെങ്കിൽ it is carrier. The person is carrying the disease and transmitting to next generation. So HBA normal individual ആണ്. HBS affected individual. And what is HBS വന്നാൽ carrier ആണ്. Okay, so the person is carrying the gene. The disease can be transmitted from the parents to offsprings when both the partners are carriers. So how it is transmitting to next generation? If both parents are carriers, then it is transmitted to next generation. രണ്ട് പാരൻസും കാരിയേഴ്സ് ആണെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഇഫ് ബോത്ത് ദ പാരൻസ് ആർ കാരിയേഴ്സ്, ദ ഡിസീസ് ഇസ് ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ. Let us check that. Okay, so carrier father and carrier mother. Carriers ആണെങ്കിൽ genotype will be HBA, HBS. So gametes ഏതൊക്കെ ആയിരിക്കും? Father produces gamete HBA, HBS. Mother produce ചെയ്യുന്നതും HBA and HBS.
സോ ക്രോസ് ചെയ്ത് നോക്കാം. യു വിൽ ഗെറ്റ് റിസൾട്ട് ലൈക്ക് ദിസ്. സോ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് കാണുന്നുണ്ട്, മെയിൽ ആവാം ഫീമെയിൽ ആവാം. ഇറ്റ് ഈസ് നോട്ട് സെക്സ് ലിങ്ക്ഡ്. ഓക്കെ, സോ എച്ച് ബി എസ് എഫക്റ്റഡ് ആണ്. സോ രണ്ട് പാരൻസും കാരിയേഴ്സ് ആണെങ്കിലാണ് നെക്സ്റ്റ് ജനറേഷനിൽ എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് വരാം. സോ എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് വരണമെങ്കിൽ എച്ച് ബി എസ് ജീൻ കോമ്പിനേഷൻ വരണം. സോ രണ്ട് പാരൻസിൽ നിന്നും ഓരോ ജീനും ഇൻഹെറിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പാരൻസ് കാരിയേഴ്സ് ആയിരിക്കണം. ദിസ് ഈസ് ദ പെഡിഗ്രി ചാർട്ട് ഓഫ് സിക്കിൾ സെൽ അനീമിയ. ഒബ്സർവ് ഹിയർ, പാരൻസ് ആർ നോട്ട് എഫക്റ്റഡ്. They are carriers, right? So they are not affected. They have 2 affected children, 1 affected male and 1 affected female. ഇതാണ് സിക്കിൾ സെൽ അനീമിയ റെപ്രസെൻ്റ് ചെയ്യുന്ന പെഡിഗ്രി ചാർട്ട്. ഇവിടെ പാരൻസ് എഫക്റ്റഡ് അല്ല, കാരണം പാരൻസ് കാരിയേഴ്സ് ആണ്. ദേ ആർ നോട്ട് എഫക്റ്റഡ്. അവർക്ക് 5 മക്കളുണ്ട്, അതിൽ 2 പേര് എഫക്റ്റഡ് ആണ്, 1 മെയിൽ ആൻഡ് 1 ഫീമെയിൽ. 5 മക്കളിൽ എഫക്റ്റഡ് അല്ലാത്ത ഫീമെയിൽ മാരി ചെയ്തു. അവർക്കുണ്ടായ നെക്സ്റ്റ് ജനറേഷനിൽ ഒരാൾ എഫക്റ്റഡ് ആണ്, മെയില് എഫക്റ്റഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പെഡിഗ്രി ചാർട്ട് ഓഫ് സിക്കിൾ സെൽ അനീമിയ, ദാറ്റ് ഈസ് ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. നെക്സ്റ്റ് മെൻഡേലിയൻ ഡിസോർഡർ ഈസ് തലാസെമിയ. തലാസെമിയ ഈസ് എൻ ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ്. തലാസെമിയ ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് ആണ്, ദാറ്റ് ഈസ് ഓട്ടോസോംസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ദ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ഓഫ് സ്പ്രിങ്സ് വെൻ ബോത്ത് ദ പാരൻസ് ആർ കാരിയേഴ്സ്. 2 പാരൻസും കാരിയേഴ്സ് ആണെങ്കിൽ ഡിസീസ് പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്സിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ഫോർ തലാസെമിയ? ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ കാരണം വരുന്ന ഡിസീസാണ് തലാസെമിയ. ആൻഡ് ദിസ് ലീഡ്സ് ടു റെഡ്യൂസ്ഡ് സിന്തസിസ് ഓഫ് വൺ ഓഫ് ദ ഗ്ലോബിൻ ചെയിൻസ്, ആൽഫ ഓർ ബീറ്റ. സോ ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ വാട്ട് ഹാപ്പൻസ്? ആൽഫ ഓർ ബീറ്റ ചെയിൻ ഫോർമേഷൻ ഡിക്രീസസ്. ഓക്കെ, റെഡ്യൂസ്ഡ് സിന്തസിസ് ഓഫ് ആൽഫ ഓർ ബീറ്റ ഗ്ലോബിൻ ചെയിൻസ്. മ്യൂട്ടേഷൻ കാരണം ആൽഫ ചെയിനിൻ്റെയോ ബീറ്റ ചെയിനിൻ്റെയോ പ്രൊഡക്ഷൻ ഓർ സിന്തസിസ് റെഡ്യൂസ് ചെയ്യും. ബിക്കോസ് ഓഫ് ദിസ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ ഈസ് ഫോമഡ്. ദിസ് ലീഡ്സ് ടു അനീമിയ. സോ ആൽഫ ഓർ ബീറ്റ ചെയിനിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് എന്നത് കാരണം അബ്നോർമൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ദിസ് കോസസ് അനീമിയ. ദർ ആർ 2 types of thalassemia, alpha thalassemia and beta thalassemia. First one, alpha thalassemia, production of alpha chain is affected. So in alpha thalassemia, production of which chain of hemoglobin is affected? Alpha chain. ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിനിൽ വരുന്ന പ്രോബ്ലം കാരണം ആൽഫ തലാസെമിയ വരും. ആൽഫ തലാസെമിയ ഈസ് കൺട്രോൾഡ് ബൈ ജീൻസ് HbA1 ആൻഡ് HbA2. സോ ആൽഫ തലാസെമിയ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് HbA1 ആൻഡ് HbA2. These genes are located on chromosome 16 of each parent. HbA1 and HbA2 genesinde location chromosome number 16 ആണ്. What is the reason for alpha thalassemia? Mutation or deletion of one or more genes results in alpha thalassemia. So HbA1 and HbA2 genes പറഞ്ഞു, ഈ ജീൻസ് മ്യൂട്ടേറ്റഡ് ആയാലോ ഡിലീറ്റഡ് ആയാലോ ആൽഫ തലാസെമിയ വരാം. ഓക്കെ, സോ മ്യൂട്ടേഷൻ ഓർ ഡിലീഷൻ ഓഫ് one or more genes results in alpha thalassemia. Next type is beta thalassemia. Production of beta chain is affected. So ഇവിടെ ഏത് ചെയിനാണ് എഫക്റ്റഡ് ആയത്? ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ആൻഡ് ബീറ്റ തലാസെമിയ is controlled by a single gene HBB. So what is the name of gene? HBB. The gene is located on chromosome 11 of each parent. So HBB gene locate ചെയ്യുന്നത് chromosome number 11 ആണ്. Mutation or deletion of one or more genes results in beta thalassemia. So gene mutated ആയാലോ deleted ആയാലോ beta thalassemia വരാം. Then what is the difference between thalassemia and sickle cell anemia? In both these genetic disorders we have discussed that hemoglobin is affected, and here thalassemia is a quantitative problem of synthesizing too few globin molecules. thalassemia ഒരു quantitative problem ആണ്. തലാസെമിയൻ്റെ കേസിൽ ഗ്ലോബിൻ മോളിക്യൂൾസ് കുറച്ച് മാത്രമേ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, അതാണ് പ്രോബ്ലം. സിക്കിൾ സെൽ അനീമിയ ഈസ് എ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം ഓഫ് സിന്തസൈസിങ് ആൻഡ് ഇൻകറക്റ്റ്ലി ഫങ്ഷനിങ് ഗ്ലോബിൻ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. ബിക്കോസ് സിക്കിൾ സെൽ അനീമിയൻ്റെ കേസിൽ സിന്തസൈസ് ചെയ്യുന്ന ഗ്ലോബിൻ ഇൻകറക്റ്റ്ലി ഫങ്ഷനിങ് ആണ്, പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാത്ത ഗ്ലോബിൻ ചെയിനാണ്. തലാസെമിയൻ്റെ കേസിൽ ഗ്ലോബിൻ ചെയിൻസ് കുറച്ച് മാത്രമേ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ. സിക്കിൾ സെൽ അനീമിയൻ്റെ കേസിൽ
സിന്തസൈസ് ചെയ്യുന്ന ഗ്ലോബിൻ മോളിക്യൂൾസ് ഇൻകറക്റ്റ്ലി ഫങ്ഷനിങ് ആണ്, പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാത്തതാണ്. ആൻഡ് നെക്സ്റ്റ് മെൻഡേലിയൻ ഡിസോർഡർ ഈസ് ഫീനൈൽ കീറ്റോന്യൂറിയ ഓർ PKU. It is also an autosome-linked recessive disease. It is an inborn error in amino acid metabolism. അമിനോ ആസിഡ് മെറ്റബോളിസത്തിൽ വരുന്ന പ്രോബ്ലമാണ് ഫീനൈൽ കീറ്റോന്യൂറിയ ഓർ PKU. And the reason for PKU is due to the lack of an enzyme phenylalanine hydroxylase. ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ ആബ്സെൻസ് കാരണം വരുന്ന ജനറ്റിക് ഡിസോർഡർ ആണ് PKU. Then what is the function of this enzyme? It converts phenylalanine into tyrosine. ഫീനൈൽഅലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ടൈറോസിനാക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ഫീനൈൽഅലാനിൻ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, സോ ഈ എൻസൈം ആബ്സെൻ്റ് ആണെങ്കിൽ വരുന്ന ജനറ്റിക് ഡിസീസാണ് ഫീനൈൽ കീറ്റോന്യൂറിയ. സോ ഈ ഒരു എൻസൈം ആബ്സെൻ്റ് ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഫീനൈൽഅലാനിൻ ഈസ് നോട്ട് കൺവേർട്ടഡ് ടു ടൈറോസിൻ. ഫീനൈൽഅലാനിൻ ടൈറോസിനായി കൺവേർട്ട് ചെയ്യത്തില്ല. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്? Phenylalanine is accumulated and converted into phenyl pyruvic acid and other derivatives. So phenylalanine ടൈറോസിനായി കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ഫീനൈൽഅലാനിൻ അക്യുമുലേറ്റ് ചെയ്ത് ഫീനൈൽ പൈറുവിക് ആസിഡായി മാറും. ഓക്കെ, സോ ഫീനൈൽഅലാനിൻ ഈസ് അക്യുമുലേറ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഫീനൈൽ പൈറുവിക് ആസിഡ് ആൻഡ് അതർ ഡെറിവേറ്റീവ്സ്. ആൻഡ് അക്യുമുലേഷൻ ഓഫ് ദീസ് ഇൻ ബ്രെയിൻ റിസൾട്ട്സ് ഇൻ മെൻ്റൽ റിട്ടാർഡേഷൻ. ഫീനൈൽ പൈറുവിക് ആസിഡ് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്താൽ അത് മെൻ്റൽ റിട്ടാർഡേഷന് കാരണമാകും. ദെൻ ദീസ് ആർ ഓൾസോ എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് പുവർ എബ്സോർപ്ഷൻ ബൈ കിഡ്നി. ഫീനൈൽ പൈറുവിക് ആസിഡിനെ കിഡ്നിക്ക് കറക്റ്റായി അബ്സോർബ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. സോ ദിസ് അബൌട്ട് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. We have completed discussing about Mendelian disorders like hemophilia, color blindness, sickle cell anemia, thalassemia and phenylketonuria.